ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രത്തിന്റെ വേദയുടെ മറ്റൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ഛമ്മ വിക്രത്തിന്റെ വീട്ടിലെത്താണ് കേട്ടോ. ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹമായിട്ട് വീട്ടിലെത്തുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വിക്രമൊക്കെ വരുന്നുണ്ട്. വിക്രമ വേദയും കൂടി വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവര് രണ്ടുപേരും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേദയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരികയാണ് കേട്ടോ. വേദയുടെ അച്ഛമ്മയും വേദയുടെ അമ്മയും കൂടിയാണ് വരുന്നത്. അപ്പൊ ഇവര് വരുമ്പോ തന്നെ ഓടിച്ചെന്ന് ഇവരെ സ്വീകരിക്കുന്നുണ്ട്, അകത്ത് കയറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വിക്രം വേദയും പിറ്റേ ദിവസം രാവിലെ അതിന്റെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും റെഡിയായിട്ട് ഇവരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. മാഷും പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും റെഡിയായി പോകുന്നുണ്ട്. തിരിച്ച് വേദയുടെ വീട്ടിലെത്തുമ്പോഴും മാഷ് പ്രതീക്ഷിച്ച പോലെ ഒന്നാവില്ല. എല്ലാവരും പ്രതീക്ഷിച്ചേക്കാളും നല്ലൊരു സ്വീകരണമാണ് വേദയുടെ വീട്ടിൽ നിന്നും ഇവർക്ക് കിട്ടുക കേട്ടോ. വേദയുടെ അച്ഛനും മുഖം കറുപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവര് പറയുന്ന പോലെയൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇവരെ വലുതാല് വെച്ച് നിലവിളക്കൊക്കെ കൊളുത്തിട്ടാണ് വേദേനെയും വിക്രത്തിനെയും ആ വീടിന്റെ അകത്തേക്ക് കയറ്റുന്നത്. വിക്രം നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. വിക്രത്തിന് മുത്തശ്ശി ആദ്യമേ ബ്രെയിൻ വാഷ് ചെയ്തപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ്, എന്തായാലും നിങ്ങൾ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേദയ്ക്ക് ഇപ്പൊ വേദയുടെ വീട്ടുകാരായിട്ട് തെറ്റി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവൾക്ക് ആളുടെ വീട്ടുകാർ കൂടെ വേണമെന്നുണ്ടായിരിക്കും. നീ കാരണമാണ് അവൾക്ക് ആളുടെ വീട്ടുകാരെയും കൂടി അകറ്റേണ്ടി വന്നത്. അപ്പൊ നീ തന്നെ മുൻകൈ എടുത്ത് അവളുടെ വീട്ടുകാരെ ഒന്നിപ്പിക്കണമെന്നൊക്കെ മുത്തശ്ശി നേരത്തെ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് വിക്രമം ഇതിന് തയ്യാറായത് കേട്ടോ. അങ്ങനെ ഇവരെ നിലവിളക്ക് കൊടുത്ത് വിക്രത്തിനും വേദേനെയും വീടിന്റെ അകത്തേക്ക് കയറ്റുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒട്ടും താല്പര്യമില്ലാതെ നിൽക്കുന്നത് ശ്രീകാന്തും വർഷയാണ്. പക്ഷെ ശ്രീകാന്ത് അത് അങ്ങനെ മുഖത്ത് കാണിക്കുന്നില്ല. പക്ഷെ വർഷയുടെ മുഖത്ത് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ കയറി ശ്രീകാന്തിന്റെ കുട്ടീനെയൊക്കെ വേദ കളിപ്പിക്കുന്നുണ്ട്. വേദയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ആ കുട്ടീനെ ഒന്ന് കാണാൻ പോകുമ്പോൾ വേദയ്ക്ക് അത് പറ്റിയില്ല. പിന്നെ അച്ഛനോട് തെറ്റിദ്ധാരണ മൂലം വേദ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരുത്താനുള്ള ഒരു അവസരം കൂടി വേദയ്ക്ക് കിട്ടുകയാണ് കേട്ടോ ആ വീട്ടിലെത്തുമ്പോൾ. അതിൽ വേദ ഭയങ്കര ഹാപ്പിയാണ്. പഴയ പോലെ അച്ഛന്റെ കൂടെ ഒന്നിച്ചിരിക്കാനും ആ വീട്ടില് സന്തോഷമായിട്ട് വിക്രമിന്റെ കൂടെ നിൽക്കാൻ വേദയ്ക്ക് പറ്റുന്നത് വേദയ്ക്ക് വലിയ സന്തോഷമാവാണ്. അങ്ങനെ എല്ലാരും വീടൊക്കെ ചുറ്റി കാണാണ് കേട്ടോ. ശ്രീജയടുത്തി വീടൊക്കെ ചുറ്റി കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒട്ടും സന്തോഷമില്ലാതെ നിൽക്കുന്ന 2 പേരാണ് നന്ദിനിയെടുത്തി വർഷി. അപ്പൊ ഇവര് തമ്മിലൊരു കെണി ഒരുക്കാണ് കേട്ടോ. ആ വന്നിട്ടുള്ള ആരുടെയെങ്കിലും മേലെ ഈ ഒരു മോഷണ കുറ്റം, അതായത് വർഷയുടെ 4 വളകൾ കാണാനില്ലാന്നോ ഒരു മോഷണ കുറ്റം കെട്ടിവെക്കാന്നുള്ള ഒരു പ്ലാനിങ്ങില് വർഷയും നന്ദിനി എത്തിയെത്താണ്. അപ്പൊ ആരുടെ മേലെ അത് വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അങ്ങനെയാണ് അത് ശ്രീജയത്തിന്റെ മേലെ വെക്കാം എന്നുള്ളൊരു തോന്നലേക്ക് എത്തുന്നത്. കാരണം ശ്രീജയത്തി അറിയാണ്ട് വർഷയുടെ റൂമിൽ ഒന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാവരുടെ റൂമും കാണുന്നതിന്റെ ഇടയിൽ ശ്രീജയത്തി വർഷയുടെ റൂമിൽ ഒന്ന് കയറുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയും അമ്മയും മുത്തശ്ശിയും കൂടി അവരുടെ റൂമിൽ ഇരുന്നിട്ട് വേദയ്ക്ക് ആഭരണപ്പെട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ശ്രീജ മാത്രമാണ് ഈ റൂമുകളൊക്കെ ഒന്ന് വീട് നോക്കുന്നിടയിൽ വർഷയുടെ റൂമിൽ അറിയാതെ കയറി പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചില്ലിന്റെ ഒരു പ്രതിമ പോലത്തെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വർഷം വന്നിട്ട് ശ്രീജയനെ പുറകിൽ നിന്ന് വിളിക്കുക. എന്താ അവിടെ നോക്കുന്നത് അറിയാം. ഇത് ഒക്കെ ഈ സൗണ്ട് കേട്ടതും ശ്രീജയുടെ കയ്യിൽ നിന്ന് അത് വീട് പൊട്ടാണ് കേട്ടോ. അപ്പൊ ശ്രീജ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീജയുടെ കയ്യിൽ നിന്ന് പൊട്ടുമ്പോൾ ശ്രീജയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. ഞാൻ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണായിരുന്നു എന്ന് ശ്രീജ പറയുന്നുണ്ട്. അപ്പോ വർഷ പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ റൂമിൽ വേണ്ടാന്ന് പറയാൻ കേട്ടോ. ഇത് ഞങ്ങളുടെ റൂമാണ്, ഒന്ന് ഇറങ്ങി തന്ന നന്നായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ശ്രീജിക്ക് അത് എന്തോ പോലെ ആയിരിക്കും. ശ്രീജി സോറി, ഞാൻ പെട്ടെന്ന് അതിന്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണതാണെന്ന് പറഞ്ഞിട്ട് ചില്ല് പെറുക്കാൻ നിന്നപ്പോ വർഷ പറഞ്ഞു വേണ്ട, അത് ഞാൻ വൃത്തിയായിക്കോളാന്ന് പറഞ്ഞിട്ട് ശ്രീജേനെ അവിടുന്ന് പറഞ്ഞയക്കാണ് കേട്ടോ. പക്ഷെ ശ്രീജിക്ക് അത് ഭയങ്കര ഇൻസൾട്ട് ആയിട്ടാണ് തോന്നുക കേട്ടോ. പിന്നെ എല്ലാരും നല്ല രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ വിഷയം വർഷ എടുത്തിടുക. ശ്രീകാന്തും അച്ഛനും വേദയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്തായാലും കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. ഇനി എന്തായാലും നീ നിന്റെ പ്രാക്ടീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യണം. അച്ഛൻ വിചാരിച്ച പോലെ, അച്ഛന് നിന്നിലായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അപ്പൊ അച്ഛൻ വിചാരിച്ച പോലെ നീ വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങണം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട്, ഞാനും അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ശ്രീയേട്ട.
നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനൊരു സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ വിചാരിച്ച പോലെ വേദ അങ്ങനെ ആവുന്നുണ്ടല്ലോ. പിന്നെ അച്ഛനോട് വേദ സോറി പറയുന്നുണ്ട്. അച്ഛൻ ഞാൻ അന്ന് എന്തോ എന്റെ തെറ്റിദ്ധാരണ മൂലം നടന്നതാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോ അച്ഛൻ അത് ചിരിച്ചിട്ടാണ് കേൾക്കാട്ടോ. അപ്പൊ വേദയ്ക്കൊരു സന്തോഷമാവുന്നുണ്ട്. ഇതിന്റെ ഇടയിലേക്കാണ് വർഷ കയറി വരിക. വർഷ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഓർണമെന്റ്സ് ഒക്കെ ഗോൾഡ് ഒക്കെ പുറത്താ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ പോയി നോക്കിയപ്പോ അതിൽ 4 വള മിസ്സിംഗ് ആണെന്ന് പറയാൻ കേട്ടോ. അപ്പൊ വേദ ചോദിക്കുന്നുണ്ട്, മിസ്സിങ്ങോ? ആ, ഇവളുടെ വീട്ടിൽ ആ ശ്രീജ എന്റെ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് എന്റെ 4 വളകൾ കാണാനില്ലാതെ ചെയ്തതെന്ന് പറയാൻ കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട്, എന്താ വർഷെടുത്തി പറയുന്നത്, ശ്രീചേർത്തി എടുത്തിട്ടുണ്ടായിരിക്കുന്നു, അവരാരും അങ്ങനെ ചെയ്യുന്നവരൊന്നല്ലാന്ന്. അവര് ചെയ്തു എന്നല്ല, പക്ഷെ അവര് കയറിയതിനു ശേഷമാണ് എന്റെ വള മിസ്സിംഗ് ആയത്. അപ്പൊ ഞാൻ അവരെയല്ലേ സംശയിക്കേണ്ടത്? എന്തായാലും എന്റെ 4 വളകൾ കാണാതായിട്ടുണ്ട്, അത് ആരാ എടുത്തതെന്ന് അവരോടൊന്ന് പറയാൻ പറയും. എന്തായാലും അവര് പോകുന്നതിന് മുന്നേ എനിക്ക് എന്റെ 4 വളകൾ കിട്ടിയിരിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, പക്ഷെ നിനക്ക് തെറ്റിയതായിരിക്കും, നീ അവിടെ എവിടെയെങ്കിലും നോക്ക്, അല്ലാതെ അവരങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല, അവരങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല, നീ അവിടെ റൂമിൽ ഒന്നുകൂടി നോക്ക്, അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പൊ വർഷ പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ, ഞാൻ എല്ലായിടത്തും നോക്കിയതാണ്, അവിടെ ഒന്നും കാണാനില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഇത് കേട്ടിട്ടാണ് അവിടേക്കും നന്ദിനി എടുത്തി വരേണ്ട. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, നിങ്ങളുടെ അവിടുത്തെ ശ്രീജ എന്റെ മുറിയിൽ ഒന്ന് കയറിയിരുന്നു, അതിനുശേഷം എന്റെ 4 വളകൾ അവിടെ നിന്ന് കാണാനില്ല, അത് എവിടെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയാൻ കേട്ടോ. അപ്പൊ നന്ദിനി അത് അതേപോലെ വിക്രത്തിനോട് പോയി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രം പിന്നെ അത് ചോദ്യം ചെയ്യാൻ, അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ മുത്തശ്ശി, ഇപ്പൊ ഇവർക്ക് നമ്മളെയാണ് സംശയം, മുത്തശ്ശി പറഞ്ഞതും മുത്തശ്ശിയുടെ സെന്റിമെന്റൽ കാരണമൊക്കെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എന്നിട്ട് ഇപ്പൊ എന്താ, അവരുടെ ഒരു സാധനം പോയപ്പോ അവര് നമ്മളെയല്ലേ സംശയിച്ചതെന്ന് പറയാൻ കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ് വിക്രം, നമുക്ക് നോക്കാം എന്ന് പറയുന്നത്. എന്ത് നോക്കാം, ഇത്രയും ആൾക്കാരെ വിളിച്ച് ഇത്രയും കാലത്തിന് ശേഷം ഇവിടേക്ക് വന്നിട്ട് നമ്മളെല്ലാരെയും അപമാനിക്കല്ലേ ഇവര് ചെയ്തത്, നമ്മളെന്താ അത്രയും മോശപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, വിക്രം ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്, ശ്രീജ റൂമിൽ കയറുന്നത് കണ്ടവരുണ്ട്, അപ്പോ ആ വളകൾ കാണാതായത് ശ്രീജ കയറിയതിന് ശേഷമാണ്, അപ്പൊ ആ വള ശ്രീജ എടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ മാഷ് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ അത്ര പണക്കാരല്ലെങ്കിലും ഞങ്ങൾ അത്യാവശ്യം നിലവാരമുള്ള ഒരു കുടുംബക്കാർ തന്നെയാണ്, നല്ല പേരും പെരുമയുള്ളവർ തന്നെയാണ്. എന്റെ അമ്മയ്ക്ക് നാട്ടിൽ എത്ര സ്ഥലങ്ങളുണ്ട് അറിയോ, കോടികളുടെ ആസ്തിയുള്ള ആളാണ്, എന്നിട്ട് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും മോഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പൊ മാഷ് പോലും അങ്ങനെ പറഞ്ഞപ്പോ അത് വേദക്കൊരു വേദ ആകെ ഒന്നും അല്ലാത്ത പോലെ, വേദയ്ക്ക് ഒന്നും പറയാനില്ല. ശങ്കരനാരായണനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ ഒതുങ്ങിയിരിക്കെ, വർഷയ്ക്ക് ശ്രീകാന്തിന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും, അല്ലാതെ അവരതൊന്നും ചെയ്യില്ല, അവരങ്ങനത്തെ ഒരു വീട്ടുകാരല്ലാന്ന് നമുക്ക് നേരത്തെ അറിയുന്നതല്ലേ, പിന്നെ ആ വിഷയം എന്തിനാ ഇപ്പൊ ഇവിടെ എടുത്തിരുന്നത്, അത് നമുക്ക് ഇവര് പോയതിനു ശേഷം അന്വേഷിക്കാന്ന് പറയാൻ കേട്ടോ. അപ്പോ വർഷ പറയുന്നുണ്ട്, അതെങ്ങനെയാ അച്ഛാ, ഇവരുള്ളപ്പോ പോയത് ഇവര് ഉള്ളപ്പോ തന്നെ അന്വേഷിക്കണ്ടേ, ഇവര് പോയതിനു ശേഷം അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയാൻ കേട്ടോ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, ശ്രീചേട്ടത്തി അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, ശ്രീചേട്ടത്തി അങ്ങനെയുള്ള ഒരാളല്ല, അത് വേദയ്ക്കും അറിയുന്ന കാര്യമാണല്ലോ, നിങ്ങളുടെ വള പോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലാതെ ഞങ്ങളുടെ മണ്ടയ്ക്കല്ല കെട്ടി വെക്കേണ്ടതെന്ന് പറയാണ്. ഇങ്ങനെ ഒരു നാടകം കളിച്ച് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, നിങ്ങളുടെ മനസ്സിലിപ്പൊക്കെ മനസ്സിലായി എന്ന് പറയാൻ കേട്ടോ. ഇങ്ങനെ എന്നെ എന്റെ വീട്ടുകാരെ അപമാനിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത്രയും സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കാതെ എടുത്ത വള അങ്ങോട്ട് വെച്ചിട്ട് പോയി, എടുത്ത വള ആദ്യം വെക്കടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേട്ട വിക്രമിന് നല്ല ദേഷ്യം വന്ന് വിക്രം ശ്രീകാന്തിന്റെ കോളറിലെ കയറി പിടിക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വേദ ആകെ ഇതാവുന്നുണ്ട്, മുത്തശ്ശിയാണെന്നിട്ട് പിടിച്ചു മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, മതിയായില്ലേ മുത്തശ്ശി, പോവാ, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇപ്പൊ ഒരു കള്ളന്റെ വീട്ടുകാരൻ എന്നുള്ള പേരും കൂടി ആയില്ലേന്ന്, ആ പേരും കൂടി ആയില്ലേ, ഇനി ഇവിടെ നിക്കണോ നാണം കേട്ടിട്ട്, പോവല്ലേ നമുക്ക് പറഞ്ഞിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പൊ വേദ അവിടെ തന്നെ നിൽക്കുമ്പോ വിക്രം പറയാണ്, നീ എന്തായാലും ഇവിടെ തന്നെ നിന്നോളാ, നിനക്ക് നിന്റെ വീട്ടുകാരല്ലേ എപ്പോഴും വരുത്, ഇത്രയൊക്കെ ഞങ്ങളെ പറഞ്ഞിട്ട് നിനക്ക് ഒന്നും തിരിച്ചു പറയാൻ തോന്നിയില്ലല്ലോ, നീ ഇവിടെ തന്നെ നിന്നോളാ, നിന്നെ എങ്ങനെയാണോ ഇവിടുന്ന് കൊണ്ടുപോയത് അതുപോലെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്, ഇനി
നീ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഇനി എനിക്ക് വയ്യ. നീ ഇവിടെ തന്നെ നിന്നോളാം. ഇപ്പൊ ഈ വിളിച്ചു വരുത്തിയിട്ടുള്ള ഈ അപമാനം കൂടി സഹിക്കാൻ പറ്റുന്നതല്ല. ഇനി നീ എന്റെ കൂടെ വേണമെന്ന് എനിക്കൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേദയുടെ മുന്നിൽ വിക്രം ഇറങ്ങി പോവാണ് കേട്ടോ. എല്ലാരും ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ശങ്കരനാരായണനും അതൊരു ഇൻസൾട്ട് ആയിട്ട് തോന്നുന്നു. വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ച് ഇറക്കി വിട്ട പോലെ ആയിട്ടോ. അവരിറങ്ങി പോയപ്പോ വേദയ്ക്ക് പോവണം എന്നുണ്ട്. പക്ഷെ വേദ പോവില്ല കേട്ടോ. എന്നിട്ട് വേദ അച്ഛനോട് പറയുന്നുണ്ട്, വിക്രമിന്റെ വീട്ടുകാരും ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല. എന്റെ ഭർത്താവിനും വീട്ടുകാരെയും വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കാനായിരുന്നു വെച്ചാൽ അത് വേണ്ടായിരുന്നു വെച്ചാ ശ്രീയേട്ടനും വർഷിച്ചും എപ്പോഴും വിക്രമിനെ നാണം കെടുത്താനും വിക്രമിനെ അപായപ്പെടുത്താനൊക്കെ നോക്കിയിട്ടുള്ളൂ എപ്പോഴും. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശ്രീചേട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ശ്രീചേട്ടത്തിക്ക് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കറിയാം മോളെ, എന്നാലും നിനക്ക് അവരുടെ കൂടെ പോവായിരുന്നു എന്ന് പറയാൻ കേട്ടോ. ഇല്ല അച്ഛാ, എന്തായാലും ഇതുവരെയൊക്കെ ആയില്ലേ. എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ തെറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് തെളിയിക്കണം. അത് തെളിയിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ കയറിപ്പോകുന്ന സീനാണ് കാണിക്കുന്നത് കേട്ടോ. വേദ പിന്നെ അത് തെളിയിക്കുന്ന സീനൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാക്കിയാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്